നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. സ്റ്റേഡിയങ്ങളിലും പൊതുപരിപാടികൾ നടക്കുന്ന ഹാളുകളിലും മാസ്ക് ധരിക്കുകയും അകലം പാലിക്കുകയും വേണമെന്ന് സൗദി ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശിച്ചു. പൊതു പാർക്കുകൾ, നടപ്പാതകൾ പോലുള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവ് അനുവദിച്ചതെന്ന് മന്ത്രാലയം വിശദീകരിച്ചു. തുറന്ന സ്ഥലത്ത് മാസ്ക് ധരിക്കലും അകലം പാലിക്കലും സൗദിയിൽ നിർബന്ധമല്ല. അടച്ചിട്ട സ്ഥലങ്ങളിലെല്ലാം മാസ്ക് ധരിക്കുന്നതുൾപ്പെടെയുള്ള കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കണം. തുറന്ന സ്ഥലങ്ങൾ എന്നതിന്റെ വിവക്ഷ സൗദി ആഭ്യന്തര മന്ത്രാലയം വിശദീകരിച്ചു. ഇതുപ്രകാരം മേൽക്കൂര ഇല്ലാത്തതോ അതിർത്തികളാൽ ചുറ്റപ്പെടാത്തതോ പ്രവേശന നിയന്ത്രണങ്ങൾ ഇല്ലാത്തതോ എല്ലാവർക്കും പ്രവേശനാനുമതി ഉള്ളതോ ആയ സ്ഥലങ്ങളാണ് തുറന്ന സ്ഥലങ്ങൾ. പൊതു പാർക്കുകൾ, നടപ്പാതകൾ തുടങ്ങിയവ തുറന്ന സ്ഥലങ്ങളുടെ പട്ടികയിൽപ്പെടും. എന്നാൽ കായിക സ്റ്റേഡിയങ്ങൾ, 500 അതിൽ കൂടുതലോ ആളുകൾക്ക് പങ്കെടുക്കാൻ സൗകര്യമുള്ള ഈവന്റ് ഹാളുകൾ തുടങ്ങിയവ തുറന്ന സ്ഥലങ്ങളുടെ ഗണത്തിൽപ്പെടില്ല. അതുകൊണ്ട് സ്റ്റേഡിയങ്ങളിലും പൊതുപരിപാടികളിലും മാസ്ക് ധരിക്കുകയും അകലം പാലിക്കുകയും വേണം. പള്ളികൾ, ഷോപ്പിംഗ് മാളുകൾ, പച്ചക്കറി കന്നുകാലി മാർക്കറ്റുകൾ, മത്സ്യമാർക്കറ്റുകൾ, അറവുശാലകൾ, ബഖാലകൾ, കടകൾ, വർക്ക്ഷോപ്പുകൾ, തുറന്ന യാർഡുകൾ തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം മാസ്ക് ധരിക്കലും അകലം പാലിക്കലും നിർബന്ധമാണ്. 2 ഡോസ് വാക്സിൻ എടുക്കുകയും അത് തവക്കൽന ആപ്പിൽ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തവർക്ക് മാത്രമേ പൊതുസ്ഥലങ്ങളിൽ പ്രവേശനം ലഭിക്കുകയുള്ളൂ. ജലീൽ കടമകലം, 24 ജിദ്ദ. ഖത്തറിൽ നിന്ന് 106 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 24 മണിക്കൂറിനിടെ 62 പേർ മാത്രമാണ് കോവിഡിൽ നിന്ന് മുക്തി നേടിയതെന്ന് ഖത്തർ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഖത്തറിൽ ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 85 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. ഇതിൽ 21 പേർ യാത്രക്കാരാണ്. ഇതോടെ രാജ്യത്ത് കോവിഡ് രോഗമുക്തി നേടിയവരുടെ എണ്ണം 2,37,801 ആയി. രാജ്യത്ത് ഇന്ന് കോവിഡ് മരണമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. 611 പേരാണ് ഇതുവരെ ഖത്തറിൽ കോവിഡ് മൂലം മരണപ്പെട്ടത്. രാജ്യത്ത് നിലവിൽ 1340 പേരാണ് ചികിത്സയിലുള്ളത്. ഇന്ന് 2 പേരെ കൂടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 60 പേരാണ് നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. 24 മണിക്കൂറിനിടെ 3381 ഡോസ് വാക്സിനുകൾ രാജ്യത്ത് വിതരണം ചെയ്തു. രാജ്യത്ത് വാക്സിനേഷൻ ആരംഭിച്ചതിന് ശേഷം 48,48,914 ഡോസ് വാക്സിനുകൾ വിതരണം ചെയ്തിട്ടുണ്ട്. ജക്കരിയ സലാഹുദ്ദീൻ, 24 ദോഹ. സൗദിയിൽ നിന്ന് 45 കോവിഡ് കേസുകളും 1 മരണവും റിപ്പോർട്ട് ചെയ്തു. 2283 പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. ജനസംഖ്യയുടെ 70% പേരും കോവിഡ് വാക്സിന്റെ 2 ഡോസുകളും സ്വീകരിച്ചു. 24 മണിക്കൂറിനിടെ സൗദിയിൽ 51,302 സാമ്പിളുകൾ പരിശോധിച്ചപ്പോൾ 45 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 0.09% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. 32 പേരാണ് പുതുതായി രോഗമുക്തി നേടിയത്. ഒരാൾ കൂടി കോവിഡ് ബാധിച്ച് മരിച്ചു. രാജ്യത്ത് ഇതുവരെ റിപ്പോർട്ട് ചെയ്ത കോവിഡ് കേസുകൾ 5,48,805 രോഗമുക്തി നേടിയവർ 5,37,722 മരണസംഖ്യ 8,800 ഉയർന്നു. ഇപ്പോൾ ചികിത്സയിലുള്ളത് 2,283 പേരാണ്. ഇതിൽ 51 പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. 4,62,06,400 ഡോസ് വാക്സിൻ സൗദിയിൽ ഇതുവരെ വിതരണം ചെയ്തു. 2,16,69,300 പേർ വാക്സിന്റെ 2 ഡോസുകളും 2,67,975 പേർ 3 ഡോസുകളും സ്വീകരിച്ചു. ജനസംഖ്യയുടെ 70% പേരും കോവിഡ് വാക്സിന്റെ 2 ഡോസുകളും സ്വീകരിച്ചു. 24 ജിദ്ദ. സൗദിയിൽ കഴിഞ്ഞ 9 മാസത്തിനിടെ 2 ലക്ഷത്തോളം സ്വദേശികൾക്ക് സ്വകാര്യ മേഖലയിൽ ജോലി ലഭിച്ചു. ജോലിയിൽ പ്രവേശിച്ചവരിൽ ഭൂരിഭാഗവും വനിതകളാണ്. സ്വകാര്യ മേഖലയിൽ സ്വദേശികളുടെ എണ്ണം വലിയ തോതിൽ വർദ്ധിച്ചതായി ഇത് സംബന്ധമായ റിപ്പോർട്ട് പറയുന്നു. ഈ വർഷം 3ാം പാദത്തിലെ കണക്കനുസരിച്ച് സൗദിയിലെ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന സൗദി പൗരന്മാരുടെ എണ്ണം 23.59%. 2ാം പാദത്തേക്കാൾ 0.96% കൂടുതൽ. മാനവശേഷി സാമൂഹിക വികസന മന്ത്രാലയത്തിന് കീഴിലെ ദേശീയ തൊഴിൽ നിരീക്ഷണാലയം പുറത്തുവിട്ട കണക്കുപ്രകാരം 3ാം പാദത്തിൽ മാത്രം ഏതാണ്ട് 60,000 സൗദികളാണ് പുതുതായി ജോലിയിൽ പ്രവേശിച്ചത്. 18 ലക്ഷത്തോളം സ്വദേശികളാണ് സ്വകാര്യ മേഖലയിൽ ഇപ്പോൾ ജോലി ചെയ്യുന്നത്. ഇതിൽ 65.06% പുരുഷന്മാരും 34.94% സ്ത്രീകളുമാണ്. ഈ വർഷം ആദ്യത്തെ 9 മാസത്തിനിടയിൽ 2 ലക്ഷത്തോളം സ്വദേശികൾക്ക് സ്വകാര്യ മേഖലയിൽ ജോലി ലഭിച്ചു. ഇതിൽ കൂടുതലും വനിതകളാണ്. 81,000 പുരുഷന്മാരും 1,20,000 വനിതകളുമാണ് പുതുതായി ജോലിയിൽ പ്രവേശിച്ചത്. വിവിധ മേഖലകളിൽ സ്വദേശിവൽക്കരണം ശക്തമാക്കിയതിനെ തുടർന്നാണ് സ്വദേശികൾക്ക് തൊഴിലവസരം വർദ്ധിച്ചത്. സ്വദേശികൾക്ക് തൊഴിൽ പരിശീലനവും കൂടുതൽ സ്വദേശികൾക്ക് ജോലി നൽകുന്ന സ്ഥാപനങ്ങൾക്ക് പ്രത്യേക ആനുകൂല്യങ്ങളും നൽകുന്നുണ്ട്. സ്വദേശിവൽക്കരണം ശക്തമായതോടെ ലക്ഷക്കണക്കിന് വിദേശികൾക്കാണ് സൗദിയിൽ തൊഴിൽ നഷ്ടപ്പെട്ടത്. ജലീൽ കടമകലം, 24 ജിദ്ദ.
സ്വദേശിവൽക്കരണം ബാധകമായ മൊബൈൽ ഫോൺ മേഖലയിൽ ജോലി ചെയ്ത 28 വിദേശികളെ റിയാദിൽ അറസ്റ്റ് ചെയ്തു. 10 സ്ഥാപനങ്ങൾക്ക് പിഴ ചുമത്തിയതായും മാനവശേഷി സാമൂഹിക വികസനകാര്യ മന്ത്രാലയം അറിയിച്ചു. കിഴക്കൻ റിയാദിലെ മൊബൈൽ ഫോൺ മൊത്ത ചില്ലറ വ്യാപാര സമുച്ചയം കേന്ദ്രീകരിച്ചാണ് പരിശോധന നടത്തിയത്. സ്വദേശിവൽക്കരണം ഉറപ്പുവരുത്തുന്നതിന് റിയാദ് ഗവർണറേറ്റിന് കീഴിൽ രൂപീകരിച്ച വിവിധ മന്ത്രാലയങ്ങളിലെ ഉദ്യോഗസ്ഥർ പോലീസിന്റെ സഹായത്തോടെ നടത്തിയ പരിശോധനയിലാണ് നിയമലംഘകരെ കസ്റ്റഡിയിലെടുത്തത്. സ്വദേശിവൽക്കരണം ലംഘിക്കുക, തൊഴിലുടമയുടെ കീഴിലല്ലാതെ ജോലി ചെയ്യുക, വർക്ക് പെർമിറ്റ് കാലാവധി കഴിയുക, സന്ദർശന വിസയിലെത്തി ജോലി ചെയ്യുക തുടങ്ങിയ നിയമലംഘനങ്ങളാണ് കണ്ടെത്തിയതെന്ന് മാനവശേഷി സാമൂഹിക വികസനകാര്യ മന്ത്രാലയം അറിയിച്ചു. സ്വദേശിവൽക്കരണം ലംഘിച്ച 10 മൊബൈൽ ഫോൺ കടകൾക്ക് പിഴ ചുമത്തി. മറ്റു ചില സ്ഥാപനങ്ങൾക്ക് മുന്നറിയിപ്പ് നോട്ടീസും നൽകി. സ്വദേശിവൽക്കരണം ലംഘിക്കുന്നവർക്കെതിരെ കർശന ശിക്ഷാ നടപടി സ്വീകരിക്കും. വിദേശികളെ ശിക്ഷ കഴിഞ്ഞ് നാടുകടത്തുമെന്നും മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. നസ്രുദ്ദീൻ വിജയ്, 24, റിയാദ്. കുവൈത്തിൽ 60 വയസ്സിന് മുകളിലുള്ള പ്രവാസികളായ ഹൈസ്കൂൾ ഡിപ്ലോമയും അതിന് താഴെയുമുള്ളവർക്ക് വർക്ക് പെർമിറ്റ് നൽകുന്നത് നിരോധിക്കാനുള്ള തീരുമാനം റദ്ദാക്കുന്നതിന് പബ്ലിക് അതോറിറ്റി ഫോർ മാൻപവർ ഡയറക്ടർ ബോർഡ് അംഗീകാരം നൽകി. 500 കുവൈറ്റ് ദിനാർ വാർഷിക ഫീസായി വർക്ക് പെർമിറ്റുകൾ പുതുക്കാനും കൂടാതെ 1200 കുവൈറ്റ് ദിനാറിന്റെ സ്വകാര്യ ആരോഗ്യ സമഗ്ര ഇൻഷുറൻസും ഈടാക്കാനുമാണ് സാധ്യത. ഇതോടുകൂടി 60 വയസ്സിന് മുകളിലുള്ള പ്രവാസികൾ 4,20,000 രൂപയോളം വർഷം തോറും നൽകേണ്ടി വരും. വാണിജ്യ വ്യവസായ മന്ത്രിയുടെയും മാൻപവർ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെയും അംഗീകാരം ലഭിച്ചതിനു ശേഷം ഈ വിഭാഗത്തിലുള്ളവരുടെ താമസാവകാശം പുതുക്കുന്നതിനുള്ള ഓട്ടോമേറ്റഡ് സംവിധാനം നിലവിൽ വരുമെന്നും തുടർന്ന് ഈ നിയമം നടപ്പിലാകുമെന്നും അധികൃതർ അറിയിച്ചു. ഏഷ്യയിലെ ആദ്യത്തെ ബൈക്ക് സിറ്റി എന്ന ബഹുമതി അബുദാബിക്ക് സ്വന്തം. സൈക്ലിംഗിന് ഏറ്റവും അനുയോജ്യമായ സാഹചര്യങ്ങൾ ഒരുക്കിയതുൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ കണക്കിലെടുത്താണ് ബഹുമതി. നോർവേയിലെ ബെർഗൻ, കോപ്പൻഹേഗൻ, ഗ്ലാസ്ഗോ, പാരീസ് എന്നീ നഗരങ്ങൾക്കാണ് നേരത്തെ ഈ അംഗീകാരം ലഭിച്ചിട്ടുള്ളത്. സൈക്ലിംഗ് കായിക ഇനത്തിന്റെ ആഗോള ഭരണസംഘമായ UCIയിൽ നിന്നാണ് അബുദാബി ബൈക്ക് സിറ്റി ലേബൽ ബഹുമതി കരസ്ഥമാക്കിയത്. ലോകോത്തര നിലവാരത്തിൽ സൈക്ലിംഗിന് അനുയോജ്യമായ സാഹചര്യങ്ങൾ ഒരുക്കി പൊതുജനങ്ങളിൽ കൂടുതൽ ആരോഗ്യപരമായ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുന്നതിനെ തുടർന്നാണ് അബുദാബിയെ അംഗീകാരം തേടിയെത്തിയിരിക്കുന്നത്. ഇതോടെ ഏഷ്യയിലെ ആദ്യത്തെ ബൈക്ക് സിറ്റി എന്ന ബഹുമതിയും അബുദാബിക്ക് സ്വന്തമായി. അബുദാബി എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗവും എക്സിക്യൂട്ടീവ് ഓഫീസ് ചെയർമാനുമായ ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് അംഗീകാരം ഔദ്യോഗികമായി സ്വീകരിച്ചു. സൈക്ലിംഗിന് വേണ്ടി അബുദാബി നടത്തിവരുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് ലഭിച്ച ഏറ്റവും വലിയ നേട്ടമാണെന്ന് അദ്ദേഹം പറഞ്ഞു. നോർവേയിലെ ബെർഗൻ, ഡെൻമാർക്കിന്റെ തലസ്ഥാനമായ കോപ്പൻഹേഗൻ, സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോ, ഫ്രാൻസിന്റെ തലസ്ഥാനമായ പാരീസ് എന്നീ നഗരങ്ങൾക്കാണ് നേരത്തെ ഈ അംഗീകാരം ലഭിച്ചിട്ടുള്ളത്. 24, അബുദാബി. വളവില്ലാത്ത ലോകത്തെ ഏറ്റവും നീളം കൂടിയ റോഡ് സൗദിയിൽ. 240 കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡ് ഗിന്നസ് ബുക്കിൽ ഇടം നേടി. ഓസ്ട്രേലിയയിലെ റോഡിനെ പിന്തള്ളിയാണ് സൗദിയിലെ പുതിയ റോഡ് നേട്ടം കൈവരിച്ചത്. അൽഹസ ഹരസ് മുതൽ UAE അതിർത്തിയായ ബദ്ഹ വരെയുള്ള അൽ ആഷിർ റോഡാണ് ഗിന്നസ് റെക്കോർഡ് നേടിയത്. ഹരസ് മേഖലയിലെ ഹൈവേ 75-നെ സൗദി അറേബ്യയുടെ പടിഞ്ഞാറൻ ഹൈവേ 95-മായി ബന്ധിപ്പിക്കുന്ന ഹൈവേ 10 ആണ് ഗിന്നസ് ബുക്കിൽ ഇടം നേടിയത്. വളവും തിരിവും ഇല്ലെന്നു മാത്രമല്ല, കയറ്റിറക്കങ്ങളും ഈ റോഡിൽ കാണാനില്ല. ഓസ്ട്രേലിയയിലെ ബല്ലഡോണിയയ്ക്കും കൈഗുണയ്ക്കും ഇടയിൽ 146.6 കിലോമീറ്റർ ദൈർഘ്യമുള്ള വളവില്ലാത്ത റോഡിനെയാണ് അൽ ആഷിർ റോഡ് പിന്നിലാക്കിയത്. അൽഹസയിൽ നിന്ന് UAE അതിർത്തിയിലേക്ക് മരുഭൂമിയിലൂടെ നിർമ്മിച്ച റോഡ് വഴി 2 മണിക്കൂറാണ് യാത്രാ സമയം. പുതിയ റോഡ് യാത്ര സുഗമമാക്കും എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. നസ്രുദ്ദീൻ വിജയ്, 24, റിയാദ്. കുവൈത്തിലെ ഇന്ത്യൻ എംബസിയിൽ ദീപാവലി ആഘോഷം സംഘടിപ്പിച്ചു. ഇന്ത്യൻ സ്ഥാനപതി സിബി ജോർജ് ഉദ്ഘാടനം നിർവഹിച്ച പരിപാടിയിൽ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സംഘടനാ പ്രതിനിധികളും മാധ്യമപ്രവർത്തകരും പങ്കെടുത്തു. കുവൈറ്റിലെ ഇന്ത്യൻ എംബസിയിൽ വർണ്ണാഭമായ വിവിധ പരിപാടികളോടെയാണ് ദീപാവലി ആഘോഷം സംഘടിപ്പിച്ചത്. ഇന്ത്യൻ സ്ഥാനപതി സിബി ജോർജ് ഉദ്ഘാടനം നിർവഹിച്ച പരിപാടിയിൽ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സംഘടനാ പ്രതിനിധികളും നിരവധി മാധ്യമപ്രവർത്തകരും പങ്കെടുത്തു. അതോടൊപ്പം ആയുർവേദ ദിനാചരണത്തിന്റെ ഭാഗമായി UN ക്ലൈമറ്റ് ചേഞ്ച് കോൺഫറൻസിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രസംഗം പ്രദർശിപ്പിച്ചു. വൈവിധ്യമാർന്ന ദീപാവലി ആഘോഷ പരിപാടികൾ ഓൺലൈനിലൂടെയും നിരവധി പേർ ആസ്വദിച്ചു. 24, കുവൈറ്റ്.
പെട്രോൾ ഡീസൽ നികുതിയിൽ കേരളം ഇളവ് വരുത്തില്ലെന്ന് മന്ത്രി കെ.എൻ. ബാലഗോപാൽ. എക്സൈസ് തീരുവ കുറച്ച കേന്ദ്ര സർക്കാർ നടപടി പോക്കറ്റടിക്കാരന്റെ രീതിയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. നികുതി കുറയ്ക്കേണ്ടതില്ലെന്ന് തീരുമാനിച്ച CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് സാഹചര്യം വിശദീകരിക്കാൻ ധനമന്ത്രിയെ ചുമതലപ്പെടുത്തി. സംസ്ഥാന സർക്കാർ നികുതി കുറച്ചില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് പ്രതിപക്ഷവും BJPയും പ്രഖ്യാപിച്ചു. ഇന്ധന നികുതി കുറയ്ക്കാൻ കഴിയുന്ന സാമ്പത്തിക അവസ്ഥയല്ല കേരളത്തിലുള്ളതെന്നാണ് CPIMന്റെ വാദം. ഇന്ധന നികുതിയിൽ നിന്നുള്ള വരുമാനം വെച്ചാണ് സംസ്ഥാനം പെൻഷനും ശമ്പളവും അടക്കമുള്ള ചെലവുകൾക്ക് പണം കണ്ടെത്തുന്നത്. ഇപ്പോൾ നികുതി കുറച്ച സംസ്ഥാനങ്ങൾ നിരവധി തവണ നികുതി വർദ്ധിപ്പിച്ചിരുന്നു. എന്നാൽ 6 വർഷമായി കേരളം നികുതി വർദ്ധിപ്പിച്ചിട്ടില്ലെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ. നാടൻ ഭാഷ പറഞ്ഞ പോക്കറ്റടിക്കാരന്റെ ന്യായം പോലെ പോക്കറ്റിൽ നിന്നുള്ള പണമെല്ലാം എടുത്തിട്ട് ആ വണ്ടിക്കൂലി ഇല്ലയോ ഇതിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കുറയ്ക്കുന്നത് പോലെയല്ലേ ഉള്ളൂ. അതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ കുറയ്ക്കണം എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായി കുറയ്ക്കാൻ പറ്റില്ല. ജനങ്ങളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ധനമന്ത്രി നാളെ മാധ്യമങ്ങളെ കാണും. സംസ്ഥാനങ്ങൾക്ക് വിഹിതമില്ലാത്ത അധിക നികുതി കേന്ദ്രം പൂർണ്ണമായും പിൻവലിക്കണമെന്നും CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടു. ഇന്ധന നികുതി കുറയ്ക്കണമെന്നാവശ്യപ്പെട്ടുള്ള UDF പ്രക്ഷോഭം തുടരുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. നിസ്സാരമായ കുറവാണ് കേന്ദ്രം വരുത്തിയത്. സംസ്ഥാന സർക്കാരും നികുതി കുറയ്ക്കണം. UDF നടത്തുന്ന സമരം പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില കുറയ്ക്കണം, നികുതി കുറയ്ക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തുന്ന സമരം തുടരുക തന്നെ ചെയ്യും. കേന്ദ്രം വർദ്ധിപ്പിക്കുന്നതിൻ്റെ ആനുപാതികമായി കിട്ടുന്ന അധിക വരുമാനം, ആ അധിക വരുമാനത്തിലെ ഒരു തുക എടുത്തുകൊണ്ട് ഇവിടെ ഫ്യൂവൽ സബ്സിഡിയായി സാധാരണക്കാരെ സഹായിക്കണം. സംസ്ഥാന സർക്കാരിൻ്റേത് അഹങ്കാരം നിറഞ്ഞതും മനുഷ്യത്വരഹിതവുമായ നടപടിയെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. ജനങ്ങളെ കബളിപ്പിക്കുകയായിരുന്നു പിണറായി വിജയൻ സർക്കാരും സംസ്ഥാന ധനമന്ത്രിയും. കേരള ഗവൺമെന്റിന് 1 രൂപ പോലും കുറയ്ക്കാൻ ഞങ്ങൾ തയ്യാറാവില്ല എന്ന് പറയുന്നത് ഈ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. ഇന്ധന നികുതി കേന്ദ്രം കുറച്ചിട്ടും കേരളം കുറയ്ക്കാതിരുന്നാൽ സ്ഥിതി വഷളാകുമെന്നായിരുന്നു KPCC അധ്യക്ഷൻ K. സുധാകരന്റെ മുന്നറിയിപ്പ്. ന്യൂസ് ബ്യൂറോസ് 24. കേന്ദ്ര ആഹ്വാനമനുസരിച്ച് BJP NDA സഖ്യം ഭരിക്കുന്ന 14 സംസ്ഥാനങ്ങൾ ഇന്ധനത്തിന്റെ മൂല്യവർദ്ധിത നികുതി കുറച്ചു. 7 രൂപ വരെയാണ് വിവിധ സംസ്ഥാനങ്ങൾ കുറച്ചത്. എന്നാൽ മൂല്യവർദ്ധിത നികുതി കുറയ്ക്കാനാകില്ലെന്ന നിലപാടിലാണ് ഒഡീഷ ഒഴികെ പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങൾ. രാഷ്ട്രീയ തീരുമാനത്തിന്റെ ഭാഗമായാണ് പെട്രോൾ ഡീസൽ വില കുറച്ചുകൊണ്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രഖ്യാപനം. പിന്നാലെ കർണാടക, അസം, ഗോവ, ത്രിപുര, ഗുജറാത്ത്, മണിപ്പൂർ, സിക്കിം, ഹിമാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങൾ പെട്രോളിനും ഡീസലിനും 7 രൂപ വീതം കുറച്ചു. ഉത്തർപ്രദേശ്, ഹരിയാന സർക്കാരുകൾ പെട്രോളിന് 7 രൂപയും ഡീസലിന് 2 രൂപയും മൂല്യവർദ്ധിത നികുതിയിൽ കുറച്ചു. കേന്ദ്രം വരുത്തിയ കുറവുൾപ്പെടെ ഇരു സംസ്ഥാനങ്ങളിലും പെട്രോളിനും ഡീസലിനും 12 രൂപ വീതം കുറയും. ഉത്തരാഖണ്ഡിൽ കുറവ് 2 രൂപ മാത്രമാണ്. NDA സഖ്യം ഭരിക്കുന്ന ബീഹാറിൽ പെട്രോളിന് 3 രൂപ 20 പൈസയും ഡീസലിന് 3 രൂപ 90 പൈസയും കുറച്ചു. അരുണാചൽ പ്രദേശിൽ പെട്രോളിന് 10 രൂപ 20 പൈസയും ഡീസലിന് 15 രൂപ 22 പൈസയും കുറയും. ഇന്ധനത്തിന്റെ മൂല്യവർദ്ധിത നികുതി 4% കുറയ്ക്കുമെന്ന് മധ്യപ്രദേശ് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ വ്യക്തമാക്കി. നികുതി കുറച്ച തീരുമാനത്തിൽ പ്രധാനമന്ത്രിയെയും മുഖ്യമന്ത്രിമാരെയും ആഭ്യന്തരമന്ത്രി അമിത്ഷാ അഭിനന്ദിച്ചു. പ്രതിപക്ഷ പാർട്ടി മുഖ്യമന്ത്രിമാരിൽ നവീൻ പട്നായിക് കേന്ദ്ര ആഹ്വാനം അനുസരിച്ചു. ഒഡീഷയിൽ പെട്രോളിനും ഡീസലിനും 3 രൂപ വീതം കുറയ്ക്കും. അതേസമയം ഇന്ധനവാറ്റ് കുറയ്ക്കില്ലെന്ന് രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട് വ്യക്തമാക്കി. തുടർച്ചയായി എക്സൈസ് തീരുവ വർദ്ധിപ്പിച്ച കേന്ദ്രം നാമമാത്രമായ കുറവ് മാത്രമാണ് വരുത്തിയതെന്നതിനാൽ വാറ്റ് കുറയ്ക്കേണ്ടെന്ന നിലപാടിലാണ് പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങൾ. 24 ഡൽഹി. ഇന്ധന നികുതി കുറയ്ക്കാനാകില്ലെന്ന സംസ്ഥാന സർക്കാർ നിലപാടിനെതിരെ അമർഷം ശക്തമാകുന്നു. സർക്കാർ നിലപാട് മാറ്റണമെന്ന ആവശ്യമാണ് പൊതുജന പ്രതികരണങ്ങളിൽ ഉയരുന്നത്. അതിനിടെ ഇടുക്കി ചേലച്ചുവട്ടിലെ പമ്പിൽ പുതിയ നിരക്കിൽ ഇന്ധനം നൽകാത്തത് പ്രതിഷേധത്തിന് വഴിയൊരുക്കി. കേന്ദ്ര സർക്കാർ നികുതി കുറച്ചതിനു പിന്നാലെ കോട്ടയത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആഹ്ലാദ പ്രകടനവും നടത്തി. നിലവിലെ സാഹചര്യത്തിൽ ഇന്ധന നികുതി കുറയ്ക്കാനാകില്ലെന്ന സംസ്ഥാന സർക്കാർ നിലപാടാണ് പൊതുജന വിമർശനത്തിന് വഴിവെച്ചത്. കേന്ദ്ര സർക്കാർ തീരുമാനത്തിന് പിന്നാലെ മറ്റ് സംസ്ഥാനങ്ങൾ വില കുറച്ചതും വിമർശനത്തിന് ആക്കം കൂട്ടി. കുതിച്ചുയർന്ന ഇന്ധനവിലയിൽ കാര്യമായ മാറ്റം വരുത്താൻ സംസ്ഥാന സർക്കാരും നികുതി ഇളവ് വരുത്തണമെന്നാണ് പൊതുവികാരം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കി തന്നാൽ, കുറച്ച് തന്നാൽ അത് വലിയ ആശ്വാസമായിരിക്കും. ഇടതുപക്ഷം തൊഴിലാളികളെ കൂടാന്ന് പറയുന്നവർ തീർച്ചയായും കുറക്കണ്ടേ? സംസ്ഥാന സർക്കാർ എന്തെങ്കിലും ഇളവ് വരുത്തുന്നുള്ളൊരു പ്രതീക്ഷയാണ്. മറ്റുള്ള സ്റ്റേറ്റിലൊക്കെ സ്റ്റേറ്റ് ഗവൺമെന്റ് 7 ചില്ലറയാണ് കുറച്ചേക്കണത്. ഇവിടെ 2 ചില്ലറ കുറച്ചു, അത്രയും കിട്ടിയില്ലോ. നികുതി ഇളവ് നൽകിയ കേന്ദ്ര സർക്കാർ ഇടപെടലിൽ സമ്മിശ്ര പ്രതികരണങ്ങളാണ് ഉയരുന്നത്. ഒരു വിഭാഗം കൈയടിക്കുമ്പോൾ നടപടി കണ്ണിൽ പൊടിയിടാനെന്നാണ് ഉയരുന്ന വിമർശനം. ഇപ്പോൾ ഒരു ഇടക്കാല തെരഞ്ഞെടുപ്പുകൾ വന്നപ്പോൾ സർക്കാർ തോറ്റ്, BJP ഒക്കെ തോറ്റെന്ന് കണ്ടപ്പോൾ അവർ 10 രൂപ കുറച്ചു.
തിരിച്ചടി കിട്ടിയപ്പോൾ 10 രൂപയെങ്കിൽ 10 രൂപ കുറക്കാൻ അവർ തയ്യാറായല്ല. അത് ഉപകാരം. എന്ത് പറയാനാ, ഗവൺമെന്റ് അല്ലേ ഓരങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറയുന്നല്ല, നമുക്കിപ്പോൾ അതിനെ പറ്റിയൊന്നും എന്തായാലും ബുദ്ധിമുട്ട് തന്നെയാണ് പെട്രോളിന്റെ വില വർധന. ജനങ്ങളെ പിഴിഞ്ഞ് എങ്ങനെ മേടിക്കോ അത്രയും നല്ലത്. കാരണം ജനങ്ങളെ പിഴിഞ്ഞ് ജനങ്ങൾക്ക് തന്നെ കൊടുത്തുകൊണ്ടിരിക്കുക. സത്യത്തിൽ ഇതിപ്പോൾ കുറച്ചത് അറിയാണെങ്കിൽ കൂടുതൽ ഇരട്ടി ആക്കിയെന്ന് കുറച്ചതാണ്. ഇപ്പോൾ നമ്മളെ സാധാരണ നിലയിലേക്ക് ഇപ്പോൾ എത്തിയിട്ടില്ല. അതിനിടെ ഇടുക്കി ചേലച്ചുവട്ടിലെ പമ്പിൽ പുതിയ നിരക്കിൽ ഇന്ധനം നൽകാത്തത് പ്രതിഷേധത്തിന് വഴിയൊരുക്കി. നാട്ടുകാരും പമ്പ് ജീവനക്കാരും തമ്മിൽ വാക്കുതർക്കമായതോടെ കഞ്ഞിക്കുഴി പോലീസ് സ്ഥലത്തെത്തിയാണ് പ്രശ്നം പരിഹരിച്ചത്. ഇന്ധന വില കുറച്ചതിൽ കോട്ടയത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആഹ്ലാദ പ്രകടനവും മധുര വിതരണവും നടത്തി. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 മലപ്പുറം. നടൻ ജോജു ജോർജും കോൺഗ്രസുമായുള്ള തർക്കം ഒത്തുതീർപ്പിലേക്ക്. പ്രശ്നം പരിഹരിക്കാൻ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ ജോജുവുമായി ചർച്ച നടത്തിയതായി DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് വ്യക്തമാക്കി. അതേസമയം ദേശീയപാത ഉപരോധിച്ച് സമരം നടത്തിയ കേസിൽ 5 കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, എറണാകുളം MP ഹൈബി ഈഡൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രശ്നപരിഹാരത്തിന് തുടക്കം കുറിച്ചത്. ഇരുവരും ജോജുവിന്റെ സുഹൃത്തുക്കളുമായി ചർച്ച നടത്തി. ഇരുഭാഗത്തു നിന്നും പെട്ടെന്നുണ്ടായ പ്രകോപനമാണ് അനിഷ്ട സംഭവങ്ങൾക്ക് കാരണമായതെന്നും പരസ്പരം ക്ഷമിക്കാൻ കോൺഗ്രസ് തയ്യാറാണ് എന്നും DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസ് വ്യക്തമാക്കി. അദ്ദേഹം പെട്ടെന്നുണ്ടായ അദ്ദേഹത്തിന്റെ ഒരു മാനസികാവസ്ഥ മൂലം അദ്ദേഹത്തിന് അത്തരത്തിലൊരു സംഭവം പിഴവുണ്ടായി എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായും തിരിച്ചുണ്ടായ ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായത് ആ ഒരു പ്രതികരണം അതും ഒരു പിഴവ് തന്നെയാണ്. അപ്പോൾ പരസ്പരം സംസാരിച്ച് തീർക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ഒരു വിഷയമാക്കി കോൺഗ്രസ് അതിനെ കാണുകയാണ്. ദേശീയപാത ഉപരോധിച്ച് സമരം നടത്തിയതിന് 15 കോൺഗ്രസ് നേതാക്കൾക്കും കണ്ടാലറിയാവുന്ന 50 പേർക്കുമെതിരെയും പോലീസ് കേസെടുത്തിരുന്നു. ഇതിൽ 5 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. ജോജുവിന്റെ കാർ തല്ലിത്തകർത്ത കേസിൽ പ്രതികളെ പിടികൂടാൻ പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. കേസ് നിയമപരമായി നേരിടാനാണ് കോൺഗ്രസ് തീരുമാനം. അതേസമയം അതിസുരക്ഷാ നമ്പർ പ്ലേറ്റ് അഴിച്ചുമാറ്റി ഫാൻസി നമ്പർ പ്ലേറ്റ് ഘടിപ്പിച്ചെന്ന പരാതിയിൽ ജോജുവിനെതിരെ മോട്ടോർ വാഹന വകുപ്പ് അന്വേഷണം ആരംഭിച്ചു. 24 കൊച്ചി. നടൻ ജോജു ജോർജിനെതിരായ ആക്രമണത്തിൽ അമ്മ സംഘടനയ്ക്കെതിരെ ഗണേഷ് കുമാർ MLA. വിഷയത്തിൽ അമ്മ നിശബ്ദത പാലിക്കുന്നെന്ന് ഗണേഷ് കുമാർ MLA ആരോപിച്ചു. ഇടവേള ബാബുവിന്റെ നിലപാട് പ്രതിഷേധാർഹമാണെന്നും ഗണേഷ് കുമാർ പറഞ്ഞു. അമ്മയിൽ അംഗമായ ജോജുവിനെ ഇത്തരത്തിൽ ആക്രമിച്ചിട്ട് അമ്മയുടെ സെക്രട്ടറി ഒന്നും മിണ്ടിയില്ലല്ലോ എന്നുള്ളതാണ്. പ്രതിപക്ഷ നേതാവും കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതാവുമായ ശ്രീ KC വേണുഗോപാൽ പോലും ഈ അക്രമത്തെ അപലപിക്കുമ്പോൾ അമ്മയുടെ പ്രതിനിധികൾ എന്താണ് മിണ്ടാത്തത് എന്ന് മനസ്സിലാവുന്നില്ല. അമ്മയുടെ സെക്രട്ടറി ഇതിനോട് എന്താ അഭിപ്രായം പറയണ്ടേ? ആരെ പേടിച്ചാണ് ഒളിച്ചിരിക്കുന്നത്? ഇടവേള ബാബു ഇക്കാര്യത്തിൽ കാണിക്കുന്ന നിശബ്ദത എന്തുകൊണ്ടാണെന്ന് അദ്ദേഹം തന്നെയാണ് പറയേണ്ടത്. അതിൽ എനിക്ക് ഇടവേള ബാബു അത്തരത്തിൽ ചെയ്തതിനോട് എനിക്ക് പ്രതിഷേധമുണ്ട്. ഗണേഷ് കുമാറിന്റെ ആരോപണം തള്ളി ഇടവേള ബാബു രംഗത്തെത്തി. വിഷയത്തിൽ താൻ തുടക്കത്തിൽ തന്നെ ഇടപെട്ടെന്ന് ഇടവേള ബാബു 24 പറഞ്ഞു. കുറെ ആൾക്കാരെ വിളിച്ചത് ഞാൻ തന്നെയാണ്. ഈ സംഭവം ഉണ്ടായ ഉടനെ തന്നെ പലരെയും ഞാൻ വിളിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ ഇടപെടുത്തിയിരുന്നു എന്ന് കേട്ടോ. പാകിസ്ഥാന് പരോക്ഷ വിമർശനവുമായി പ്രധാനമന്ത്രിയുടെ ദീപാവലി സന്ദേശം. സർജിക്കൽ സ്ട്രൈക്കിന് ശേഷവും അശാന്തി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവർക്ക് ചുട്ട മറുപടി നൽകുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കശ്മീരിലെ നൌഷേരയിൽ സൈനികർക്കൊപ്പം പ്രധാനമന്ത്രി ദീപാവലി ആഘോഷിച്ചു. ഭാരത് മാതാ കി ജയ്, ഭാരത് മാതാ കി ദീപാവലി ദിനത്തിലെ പതിവ് തെറ്റിക്കാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രജൌരി ജില്ലയിലെ നൌഷേര സെക്ടറിലാണ് സൈനികർക്കൊപ്പം ചിലവഴിച്ചത്. രാജ്യസുരക്ഷയ്ക്ക് ഒരു വിട്ടുവീഴ്ചയുമില്ലെന്ന് സൈനികരെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞു. മിന്നൽ ആക്രമണത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് പാകിസ്ഥാന് പരോക്ഷ വിമർശനം. കശ്മീരിൽ അശാന്തി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവർക്ക് കൃത്യമായ മറുപടി നൽകുന്നുണ്ടെന്ന് മോദി. സർജിക്കൽ സ്ട്രൈക്ക് के बाद यहाँ अशांति फैलाने के अनगिनत कुत्सित प्रयास हुए, आज भी होते हैं, लेकिन हर बार आतंकवाद को मुंहतोड़ जवाब मिलता है. ആത്മനിർഭർ ഭാരത് രാജ്യത്തിന് കരുത്തു പകർന്നു. സൈനിക രംഗത്ത് ലോകോത്തര നിലവാരമുള്ള ആയുധങ്ങൾ ഇന്ത്യ നിർമ്മിക്കുന്നുണ്ട്. അതിർത്തിയിലെ റോഡ് ഗതാഗതം മെച്ചപ്പെടുത്തിയതോടെ സൈനിക വിന്യാസം വർദ്ധിപ്പിക്കാൻ സാധിച്ചതായി പ്രധാനമന്ത്രി പറഞ്ഞു. डिफेंस सेक्टर में आत्मनिर्भरता का संकल्प उन पुरानी स्थितियों को बदलने का एक सशक्त मार्ग है. देश के रक्षा खर्च के लिए जो बजट होता है. നൌഷേര അതിർത്തിയിൽ വീരമൃത്യു വരിച്ച സൈനികർക്ക് പ്രധാനമന്ത്രി ആദരാഞ്ജലികൾ അർപ്പിച്ചു. 24 ഡൽഹി.
ജസ്റ്റിസ് കെ ടി തോമസ് കമ്മീഷൻ ശുപാർശ അംഗീകരിക്കാനാവില്ലെന്ന് മലങ്കര ഓർത്തഡോക്സ് സഭ പരമാധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ. സുപ്രീംകോടതി വിധിയെ ലംഘിച്ചുകൊണ്ടുള്ള നിയമനിർമ്മാണത്തിന് സാധുതയില്ല. വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ളവർ കോടതി വിധി അംഗീകരിച്ച് മുന്നോട്ടു പോകണം. കോടതി വിധി നടപ്പാക്കാൻ ആർജവമുള്ള സർക്കാരാണ് ഭരിക്കുന്നതെന്നും ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ. കേരളത്തിൽ അനേകം കമ്മീഷനുകൾ വരികയും ശുപാർശകൾ നടത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ചില ശുപാർശകളൊക്കെ നടത്തിയിട്ടുണ്ടാവാം. ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു ഉറപ്പ് എന്ന് പറയുന്നത് കോടതി വിധികൾ നടപ്പാക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് അവർ ആ കാര്യങ്ങളിൽ പ്രവർത്തിക്കേണ്ട രീതിയിൽ പ്രവർത്തിക്കുമെന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. ഗൾഫ് ഫോക്കസ് പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്. This is 24.